നമസ്കാരം. നമ്മുടെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ സീരീസ് ആരംഭിക്കുകയാണ്. ഈ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്സിസ് നൂറയാണ്. ഹായ്, ഞാൻ നൂറ. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ പ്രൊഫഷണലായിട്ടുള്ള ബ്യൂട്ടി സർവീസും കൂടി ചെയ്യുന്ന ഒരാളാണ്. മെയിൻലി ഞാൻ ഫ്രീലാൻസറായിട്ടാണ് ചെയ്യുന്നത്. വീടുകളിൽ പോയിട്ടാണ് ചെയ്യുന്നതും കേരളത്തിന് പുറത്തും ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പോയി ചെയ്യുന്ന ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു വീട്ടുജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഞാൻ ആരും തന്നെ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്നിരുന്ന് എനിക്കെന്നെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഞാൻ ആവണം എന്ന് വിചാരിച്ചത് ഒരു ബ്യൂട്ടീഷ്യൻ, അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആ വീട്ടുജോലിയിൽ ഇരിക്കാതെയാണ് ഞാനൊരു ബ്യൂട്ടീഷ്യനായിട്ട് പഠിക്കാൻ പോയതും അത് പഠിച്ചത് ഞാൻ വന്ന് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ VLCCയിൽ പഠിച്ചു. അവിടെ തന്നെ ഞാൻ ജോലിയും ചെയ്തു. ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പാർട്ട് ടൈം ഇങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബ്യൂട്ടി കംപ്ലീറ്റ് ആക്കിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേക്കപ്പിനേക്കാളും ബ്യൂട്ടി സർവീസാണ്. കാരണം ഒരു മനുഷ്യനോട് നമ്മൾ ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ അവരായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ആവുന്ന ഒരു പ്രവൃത്തിയാണ് ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു കടയും കൂടി അല്ലാതെ ഞാൻ ഫ്രീലാൻസറായിട്ടാണ് ഞാൻ പോകുന്നത്. ഫ്രീലാൻസറായിട്ട് പോകുമ്പോഴേക്കും അവരെ ഫാമിലി, പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഒരു വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു ഏകദേശം 9 വർഷത്തോളമായി ഞാൻ ഫ്രീലാൻസറായിട്ട് ചെയ്യുന്നു. മൊത്തത്തിൽ ഞാനൊരു 14 വർഷം ഈ ഫീൽഡിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ വന്നേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ആ അറിയപ്പെടാത്ത നൂറ ഇന്ന് ഞാനൊരു അറിയപ്പെടുന്ന നൂറയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഈ ബ്യൂട്ടി ഫീൽഡിലുണ്ടായ ഒരു മാറ്റം എനിക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത്. ഈ ബ്യൂട്ടി ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരു സീറോ ആയിട്ട് നമ്മൾ പഠിച്ചിറങ്ങുന്നതാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനും ഒന്നും തന്നെ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. ഈ സമയത്ത് നമ്മളന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഏതാണ് വഴി എന്നാണ് നമ്മളപ്പോൾ ഞാൻ അന്ന് ചെയ്തത്, ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാഷ് സേവ് ചെയ്തിട്ടാണ് എക്യുപ്മെൻറ്റ്സും അതുപോലെയുള്ള എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് കുറച്ച് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു ലെവലിലേക്ക് എത്തിയേക്കണത്. ഞാൻ ഫ്രീലാൻസറായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്തൊന്നും ആരും വിശ്വസിച്ച് വീട്ടിൽ കയറ്റില്ല. പിന്നെ നമ്മളെന്താന്ന് പോലും അവർക്ക് അറിയില്ല. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ലെവലിലേക്ക് വന്നത്. കാരണം ഇന്ന് നൂറ് ആരാന്ന് അവർക്കറിയാം. അവരത്രയും വിശ്വാസത്തോടെയാണ് എന്നെ അവരവരുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യണത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്താൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ കുറേ മാർക്കറ്റിങ്, അതുപോലെ തന്നെ പരസ്യം, എനിക്കൊന്നും തന്നെ അന്ന് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഓപ്ഷനില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ലെവൽ ഉണ്ടാക്കിയത് കസ്റ്റമേഴ്സിനെ. കാരണം അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഞാൻ ഇന്ന് ഈ ലെവലിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പം ഞാൻ നേരിടുന്നത് എന്നെ പോലെയുള്ളൊരു സാധാരണ ഒരു ബ്യൂട്ടീഷ്യൻ നേരിടുന്നത് സെലിബ്രിറ്റീസിന് ചെയ്താൽ മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ അത് അല്ലാത്തവർ ഭയങ്കര ലോക്കൽ എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതല്ലാതെ എൻ്റെ കസ്റ്റമേഴ്സിനെ തന്നെ വെച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് ഞാൻ ഉയർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹവും അത് തന്നെയാണ് എൻ്റെ ചാലഞ്ചും. ഈ ഷോപ്പുകളിൽ അവർ പറയും വീടുകളിൽ വന്നത് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ് അവർ പറയാറുള്ളത്. എനിക്ക് ഒരു 500 എബോ കസ്റ്റമേഴ്സ് ഉണ്ട്. മീൻസ് അവരെ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത്. ഈ കസ്റ്റമേഴ്സിന് മുഴുവനും ഞാൻ ഒരു 8-9 വർഷമായിട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്നത് ആ വീട്ടിൽ വന്ന് ചെയ്യുന്നതിൻ്റെ കംഫർട്ടബിൾ അവർക്ക് വേറെയാണ്. കാരണം അവർക്ക് റെഡിയായിട്ട് പുറത്തേക്ക് വരണ്ട, മക്കൾ വീട് എല്ലാം ഇട്ടിച്ചിട്ട് വരണ്ട. കാരണം ഇത് ഒത്തിരി സമയത്തിൻ്റെ ഒരു പ്രോസസ്സാണ് ഓരോ ബ്യൂട്ടി സർവീസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പോയി ചെയ്യുമ്പോൾ അവർക്ക് വീടും നോക്കാം, അവരവിടെ തന്നെ ഉണ്ട്. ഞാൻ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവരുടെ സപ്പോർട്ടായിട്ടും അവർക്ക് ഹെൽപ്ഫുള്ളായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടബിളായിട്ടാണ് എൻ്റെ സർവീസ് അവർ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫാക്ഷനായിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് മുമ്പോട്ട് പോണത്. എൻ്റെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെയാണ്, ഒത്തിരി സാറ്റിസ്ഫാക്ഷനുള്ള ഒരു കസ്റ്റമേഴ്സുമാണ്. നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല എന്നോട് ഏറ്റവും എനിക്കിപ്പോൾ ലൈഫിൽ ഒരു എന്താ പറയുക, കുടുംബം എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റും. എന്താണെന്നറിയോ, നമ്മളെ കഴിവ് ഏറ്റവും നന്നായിട്ട് നമ്മളെ മുമ്പിലുള്ള ആളെ എത്ര ഭംഗിയോടെ ആക്കാൻ പറ്റും, അവർ അതിലത്ര ഹാപ്പി ആയിരിക്കും എന്നും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കൈ കൊണ്ട് അവർ ബ്യൂട്ടി ആവുക, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് അവർ മീൻസ് ഈ ഒരു സെക്കൻഡിലാണ് ഒരു ചേഞ്ച് വരുന്നത്. ആ ചേഞ്ച് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ ഇനി പഠിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളൊരാളൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ചായിട്ട് തന്നെ എടുത്തത്. ഇതിലേക്ക് തന്നെ വന്ന് ബ്യൂട്ടി തന്നെ ചെയ്യുക. ത്രെഡിങ്, വാക്സിങ്, ഫേഷ്യൽ, ബോഡി മസാജ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ കളർ, പെഡിക്യൂർ, മാനിക്യൂർ, ബ്യൂട്ടിയുടെ എന്ത് സർവീസും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. വെഡ്ഡിങ് മേക്കപ്പ്, അതുപോലെ നോർമൽ മേക്കപ്പ്, അത് എന്തും തന്നെ ഞാൻ വീടുകളിൽ തന്നെയാണ് പോയി ചെയ്യുന്നത്. അതും ഏറ്റവും കുറഞ്ഞ രീതിയിൽ, മീൻസ് കുറവായിട്ടുള്ള ക്യാഷിലാണ് ഞാൻ ചെയ്യാറുള്ളത്. വലിയ ഹെവി ആയിട്ടുള്ളൊരു റേറ്റിലൊന്നുമല്ല ചെയ്യണത്. കാരണം അവർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള, അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മേക്കപ്പും അവരാവശ്യപ്പെടുന്നുള്ള ഹെയർ സ്റ്റൈലുമാണ് ഞാൻ ചെയ്തു കൊടുക്കാറ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും അവരെ ഞാൻ നിർബന്ധിച്ചൊരു കാര്യം ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും ഞാൻ വീടുകളിൽ വന്നിട്ട് സർവീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ എറണാകുളത്തിന് പുറത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും എവിടെയാണെങ്കിലും എന്നെ വിളിച്ചാൽ കിട്ടും. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നെ. ഞാൻ വർക്കിംഗ് വുമനായതിൻ്റെ ശേഷമാണ് എനിക്കിപ്പോൾ കോൺഫിഡൻറ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള വാല്യൂ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സമയമാണ് ഇപ്പോൾ ഈ സെൽഫ് വുമണായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരും സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് സ്വന്തം കാലിൽ തന്നെ നിൽക്കാനായിട്ട് എല്ലാവരും നോക്കുക, എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാം നല്ലതിന് വരട്ടെ. ഓക്കെ, താങ്ക് യു.